നമസ്കാരം, CCTV വാർത്തയിലേക്ക് സ്വാഗതം. തൃത്താലയിൽ നിന്നും 40.5 ലിറ്റർ ഇന്ത്യൻ നിർമ്മിത വിദേശ മദ്യം തൃത്താല എക്സൈസ് പിടികൂടി. തൃത്താല എക്സൈസ് റേഞ്ച് ഓഫീസിലെ എക്സൈസ് ഇൻസ്പെക്ടർ മനോജ് കുമാറും സംഘവും ചേർന്ന് നടത്തിയ പരിശോധനയിലാണ് കനാൽ റോഡിൽ നിന്നും സ്കൂട്ടറിൽ ഒളിപ്പിച്ചു കടത്തുകയായിരുന്ന മദ്യം പിടികൂടിയത്. സംഭവത്തിൽ കോഴിക്കോട് കൊടുവള്ളി സ്വദേശി പറമ്പത്തുകാവ് കിളച്ചാർ വീട്ടിൽ ശ്രീരൂപ്, തിരൂർ കാട്ടിപ്പരുത്തി സ്വദേശി കാവുംപുറം അഴിക്കാട്ടിൽ വീട്ടിൽ ശ്രീരാഗ് എന്നിവരെ തൃത്താല എക്സൈസ് അറസ്റ്റ് ചെയ്തു. അസിസ്റ്റന്റ് ഇൻസ്പെക്ടർ ജയരാജൻ ഇ, സിവിൽ എക്സൈസ് ഓഫീസർമാരായ അരുൺ പി, നിഖിൽ PK, അനസ് മുഹമ്മദ്, ഹരിപ്രസാദ് എന്നിവർ പരിശോധനയിൽ പങ്കെടുത്തു. എടപ്പാളിൽ സ്വകാര്യ ലോഡ്ജിൽ എക്സൈസ് സംഘം നടത്തിയ പരിശോധനയിൽ 106.54 ഗ്രാം MDMA പിടികൂടി. മലപ്പുറം എക്സൈസ് എൻഫോഴ്സ്മെന്റ് ആൻഡ് ആന്റി നാർക്കോട്ടിക് സ്പെഷ്യൽ സ്ക്വാഡിലെ സർക്കിൾ ഇൻസ്പെക്ടർ N നൌഫലിന്റെ നേതൃത്വത്തിൽ നടത്തിയ പരിശോധനയിലാണ് MDMA പിടികൂടിയത്. തൃത്താല പട്ടിത്തറ പുല്ലേരി സ്വദേശി കുമ്പളത്ത് വളപ്പിൽ വീട്ടിൽ ഷാഫിയെ അറസ്റ്റ് ചെയ്തു. ഇയാൾ മലപ്പുറം പാലക്കാട് ജില്ലാ അതിർത്തികളിൽ ചെറുകിട വിൽപ്പനയ്ക്കായി ബാംഗ്ലൂരിൽ നിന്നും മയക്കുമരുന്ന് വാങ്ങിക്കൊണ്ടുവന്ന് ലോഡ്ജിലെ മുറിയിൽ സൂക്ഷിച്ചു വെച്ചിരിക്കുകയായിരുന്നു. അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ ആസിഫ് ഇക്ബാൽ K, സിവിൽ എക്സൈസ് ഓഫീസർമാരായ വിനീത് K, മുഹമ്മദ് മുസ്തഫ M, വനിതാ സിവിൽ എക്സൈസ് ഓഫീസർ ധനിയ KP, എക്സൈസ് ഡ്രൈവർ മുഹമ്മദ് നിസാർ M എന്നിവർ പരിശോധനാ സംഘത്തിലുണ്ടായിരുന്നു. പ്രസിദ്ധമായ മറ്റം നിത്യസഹായ മാതാവിന്റെ തീർത്ഥകേന്ദ്രത്തിലെ പ്രതിഷ്ഠാ തിരുനാളിന് തുടക്കമായി. മെയ് 2, 3, 4, 5, 6 തീയതികളിലായാണ് വനമാതാവിന്റെ തീർത്ഥകേന്ദ്രത്തിലെ 87ാം പ്രതിഷ്ഠാ തിരുനാൾ ആഘോഷിക്കുന്നത്. വെള്ളിയാഴ്ച വൈകിട്ട് 5 മണിക്ക് തൃശൂർ അതിരൂപതയിലെ 10 നവവൈദികരുടെ കാർമ്മികത്വത്തിൽ പ്രസ്തേന്തി വാഴ്ച, ദിവ്യബലി എന്നീ തിരുകർമ്മങ്ങൾ നടന്നു. തുടർന്ന് തീർത്ഥകേന്ദ്രം ദീപാലങ്കാരത്തിന്റെയും നിലപ്പന്തലുകളുടെയും സ്വിച്ച് ഓൺ കർമ്മം ഗുരുവായൂർ അസിസ്റ്റന്റ് കമ്മീഷണർ ഓഫ് പോലീസ് TS സിനോജ് നിർവഹിച്ചു. രാത്രി 7:30 ഫ്യൂഷൻ നൈറ്റ് അരങ്ങേറി. ശനിയാഴ്ച രാവിലെ 5:45 ഇടവക ദേവാലയത്തിൽ നിന്നും തീർത്ഥകേന്ദ്രത്തിലേക്ക് തിരിപ്രദക്ഷിണവും തുടർന്ന് 6 മണിക്ക് ദിവ്യബലിയും നടന്നു. രാമനാഥപുരം രൂപതയിലെ നവവൈദികരായ ഫാദർ മെൽവിൻ ചൊവ്വല്ലൂർ, ഫാദർ സച്ചിൻ കല്ലിങ്ങൽ, ഫാദർ എഡ്വിൻ കൊമ്പൻ എന്നിവർ ദിവ്യബലിക്ക് കാർമ്മികരായി. തുടർന്ന് കുടുംബ കൂട്ടായ്മയിലേക്കുള്ള കിരീടം എഴുന്നള്ളിപ്പ് ആരംഭിച്ചു. വൈകിട്ട് 5 മണിക്ക് തൃശൂർ അതിരൂപത വികാരി ജനറൽ മോൺസിഞ്ഞോർ ജോസ് കോനിക്കരയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ കിരീട സമർപ്പണം, വിശുദ്ധ കുർബാന, തുടർന്ന് തിരുനാൾ നേർച്ചകൂട്ടിന്റെ ആശീർവാദം. രാത്രി 10 മണിക്ക് കുടുംബ കൂട്ടായ്മകളിൽ നിന്നുള്ള കിരീടം എഴുന്നള്ളിപ്പിന്റെ സമാപനവും തേര് മത്സരവും നടക്കും. തിരുനാൾ ദിനമായ ഞായറാഴ്ച രാവിലെ 5:30, 7, 8:30, വൈകിട്ട് 4 തീർത്ഥകേന്ദ്രത്തിൽ വിശുദ്ധ കുർബാന ഉണ്ടാകും. രാവിലെ 10 മണിക്ക് ആഘോഷമായ തിരുനാൾ പാട്ട് കുർബാനയ്ക്ക് പറപ്പൂർ ഫൊറോന വികാരി ഫാദർ സെബി പുത്തൂർ മുഖ്യ കാർമ്മികനാകും. ഫാദർ ലിജോ ചിറ്റിലപ്പള്ളി തിരുനാൾ സന്ദേശം നൽകും. തുടർന്ന് തിരുനാൾ പ്രദക്ഷിണം. വൈകിട്ട് 6 മണിക്ക് ഇടവക പള്ളിയിൽ വിശുദ്ധ കുർബാന. 6:45 ഇടവക പള്ളിയിൽ നിന്ന് തീർത്ഥകേന്ദ്രത്തിലേക്ക് ആഘോഷമായ കിരീടം എഴുന്നള്ളിപ്പ് ആരംഭിച്ച് രാത്രി 9 മണിക്ക് തീർത്ഥകേന്ദ്രത്തിലെത്തി സമാപിക്കും. തുടർന്ന് മെഗാ ബാൻഡ് മേളം അരങ്ങേറും. മെയ് 5 തിങ്കളാഴ്ച രാവിലെ 7:30 റാസ കുർബാനയും ഒപ്പീസും തിരുകർമ്മങ്ങളും ഉണ്ടാകും. മറ്റം ഇടവകാംഗമായ ബിഷപ്പ് ഫ്രാങ്കോ മുളയ്ക്കൽ കാർമ്മികത്വം വഹിക്കും. അന്നേ ദിവസം രാവിലെ 11 മണിക്ക് ഇടവകയിൽ നിന്നുള്ള സമർപ്പിതരുടെ സംഗമവും നടക്കും. വികാരി ഫാദർ ഫ്രാൻസിസ് ആളൂർ, സഹവികാരി ഫാദർ ഫ്രാങ്കോ ചെറുതാണിക്കൽ, കൈക്കാരന്മാരായ ജോൺസൺ കാക്കശ്ശേരി, PS സ്റ്റീഫൻ, ജോൺസൺ C തോമസ്, CK ജോയ്, തിരുനാൾ ജനറൽ കൺവീനർ MJ ജോഷി, പബ്ലിസിറ്റി കൺവീനർ PT സേവി എന്നിവർ തിരുനാൾ ആഘോഷത്തിന് നേതൃത്വം നൽകും. കാവീട് പള്ളി തിരുനാളിനോടനുബന്ധിച്ച് ദീപാലങ്കാരത്തിന്റെ സ്വിച്ച് ഓൺ കർമ്മം നടന്നു. ഫാദർ സെബി ചിറ്റാട്ടുകരയുടെ കാർമ്മികത്വത്തിൽ നടന്ന ദിവ്യബലിക്കു ശേഷം ഗുരുവായൂർ പോലീസ് സബ് ഇൻസ്പെക്ടർ മഹേഷ് സ്വിച്ച് ഓൺ കർമ്മം നിർവഹിച്ചു. ഇടവക വികാരി ഫാദർ ഫ്രാൻസിസ് നീലങ്കാവിൽ, കൈക്കാരന്മാരായ CG റാഫേൽ, സണ്ണി ചീരൻ, നിതിൻ ചാർലി, ജനറൽ കൺവീനർ CV ജെയ്സൺ, PRO MF ജോയ് എന്നിവർ നേതൃത്വം നൽകി. മുച്ചക്രവാഹനവുമായി അതിജീവനത്തിന്റെ പാതയിൽ 38 വർഷം സേവനം ചെയ്തുകൊണ്ടിരിക്കുന്ന കുന്നംകുളം കോട്ടൂർ വീട്ടിൽ വേണുവിനെ ചെറുകുന്ന് വാർഡ് കോൺഗ്രസ് കമ്മിറ്റി ആദരിച്ചു. വാർഡ് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടന്ന മഹാത്മാഗാന്ധി കുടുംബ സമ്മേളനത്തിൽ വെച്ചാണ് DCC സെക്രട്ടറി KC ബാബു, മുൻ ജില്ലാ പഞ്ചായത്ത് മെമ്പർ K ജയശങ്കർ എന്നിവർ ചേർന്ന് വേണുവിനെ പൊന്നാട അണിയിച്ച് ആദരിച്ചത്. നഗരസഭ കോൺഗ്രസ് പാർലമെന്ററി പാർട്ടി ലീഡർ ബിജു C ബേബി യോഗത്തിന് അധ്യക്ഷത വഹിച്ചു. വാർഡ് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റായി തെരഞ്ഞെടുത്ത KB ബബീഷിനെയും ചടങ്ങിൽ ആദരിച്ചു. കോൺഗ്രസ് ഭാരവാഹികളായ ജയൻ പള്ളിക്കര, KV ഗീവർ, വാസു കോട്ടോൽ, റിജോ കൊളന്നൂർ എന്നിവർ സംസാരിച്ചു. ഹിന്ദു ഐക്യവേദി ചാവക്കാട് താലൂക്ക് കമ്മിറ്റി മാറാട് അനുസ്മരണം സംഘടിപ്പിച്ചു. കശ്മീർ പഹൽഗാമിൽ ആക്രമണത്തിൽ മരണമടഞ്ഞവർക്ക് ശ്രദ്ധാഞ്ജലി അർപ്പിച്ച്
ഗുരുവായൂർ പടിഞ്ഞാറേ നടയിൽ സംഘടിപ്പിച്ച പരിപാടി മത്സ്യപ്രവർത്തക സംഘം സംസ്ഥാന സെക്രട്ടറി ഇന്ദിരാ മുരളി ഉദ്ഘാടനം ചെയ്തു. ഹിന്ദു ഐക്യവേദി താലൂക്ക് പ്രസിഡന്റ് സോമൻ അധ്യക്ഷത വഹിച്ചു. ധീവരസഭ സംസ്ഥാന കൗൺസിലർ ജോഷി ബ്ലാങ്ങാട്, ഹിന്ദു ഐക്യവേദി സംസ്ഥാന സെക്രട്ടറി പ്രസാദ് കാക്കശ്ശേരി, ഹിന്ദു ഐക്യവേദി ജില്ലാ സെക്രട്ടറി മണികണ്ഠൻ എങ്ങണ്ടിയൂർ എന്നിവർ അനുസ്മരിച്ച് സംസാരിച്ചു. താലൂക്ക് സംഘടനാ സെക്രട്ടറി ശശി ആനക്കോട്ടിൽ സ്വാഗതവും താലൂക്ക് വർക്കിംഗ് പ്രസിഡന്റ് അനിൽ തളിക്കുളം നന്ദിയും പറഞ്ഞു. സുനിൽ പാക്കത്ത്, നിജു, വിമൽ, മണി ഒരുമനിയൂർ, സുബ്രഹ്മണ്യൻ എങ്ങണ്ടിയൂർ എന്നിവർ നേതൃത്വം നൽകി. ഒരിടവേള കൂടി. രണ്ട് പതിറ്റാണ്ട് മുൻപുള്ള സുവർണ ചരിത്രം, കുന്നംകുളത്തിന് നൽകിയ സുവർണ പാരമ്പര്യം. ചരിത്രവും പാരമ്പര്യവും സ്വർണലിപിയിൽ സാക്ഷ്യപ്പെടുത്തിക്കൊണ്ട് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ നവീകരിച്ച ഷോറൂം സമർപ്പിക്കുന്നു. സന്തോഷത്തിന്റെയും സമൃദ്ധിയുടെയും നിമിഷങ്ങൾ പരിശുദ്ധിയിൽ തീർത്ത് പൊന്നിൽ നിന്നാകട്ടെ. മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. വാർത്തകൾ തുടരുന്നു. CPIM കടവല്ലൂർ പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടക്കുന്ന ലഹരിവിരുദ്ധ ക്യാമ്പയിന്റെ ഭാഗമായുള്ള വിളംബര ജാഥകളും കലാകായിക പ്രദർശനങ്ങളും സമാപിച്ചു. 5000-ലധികം ജനങ്ങളെ പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള ലഹരിവിരുദ്ധ മനുഷ്യച്ചങ്ങല ഞായറാഴ്ച നടക്കും. വെള്ളിയാഴ്ച വൈകിട്ട് പെരുമ്പിലാവ് സെന്ററിൽ നടന്ന ലഹരിവിരുദ്ധ സന്ദേശങ്ങൾ നൽകിക്കൊണ്ടുള്ള തെരുവോര ചിത്രരചനയോടെയാണ് മനുഷ്യച്ചങ്ങലയുടെ പ്രചരണാർത്ഥമുള്ള പരിപാടികൾക്ക് സമാപനമായത്. തെരുവോര ചിത്രരചനയുടെ ഉദ്ഘാടനം CITU ഏരിയ പ്രസിഡന്റ് MN മുരളീധരൻ നിർവഹിച്ചു. ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം M ബാലാജി ലഹരിവിരുദ്ധ ചിത്രം വരച്ച് തുടക്കം കുറിച്ചു. ചിത്രകാരന്മാരായ അക്ബർ പെരുമ്പിലാവ്, ശിവൻ കരിക്കാട്, സുകുമാരൻ കുന്നംകുളം എന്നിവരുടെ നേതൃത്വത്തിൽ മേഖലയിലെ കുട്ടികളും ലഹരി ബോധവൽക്കരണ സന്ദേശമുണർത്തുന്ന ചിത്രങ്ങൾ വരച്ചു. NREG ജില്ലാ ഭാരവാഹിയും മഹിളാ അസോസിയേഷൻ ജില്ലാ സെക്രട്ടറിയുമായ ഉഷ പ്രഭുകുമാർ, CPM നേതാക്കളായ M ബാലാജി, MN മുരളീധരൻ, MK മോഹൻ, PI രാജേന്ദ്രൻ, KE സുധീർ, KA അജിത് കുമാർ, KB ജയൻ, മുഹമ്മദ് ഹാഷിം എന്നിവർ സംസാരിച്ചു. നമ്മുടെ മക്കൾ കുടുംബത്തിനും നാടിനും നാട്ടുകാർക്കും ഉപദ്രവമായി മാറാതെ എന്തെങ്കിലും തരത്തിൽ ചീത്ത കൂട്ടുകെട്ടുകളിലോ ഉണ്ടെങ്കിൽ അവരെ പിന്തിരിപ്പിക്കാൻ കുടുംബാംഗങ്ങളെയും നാട്ടുകാരെയും സ്നേഹിതന്മാരെയും പ്രേരിപ്പിക്കുക എന്ന് തന്നെയാണ്. പഞ്ചായത്തിലെ 32 ബ്രാഞ്ചുകളിലും വ്യത്യസ്തങ്ങളായ ലഹരിവിരുദ്ധ കൂട്ടായ്മകളും പ്രതിരോധ ദീപം തെളിയിക്കൽ, കുടുംബയോഗങ്ങൾ, വർഗബഹുജന സംഘടനകൾ നടത്തിയ വിളംബര റാലികൾ, യോഗാ പ്രദർശനം, ആയോധന കലാ പ്രദർശനം, സാഹിത്യ സംഗമം, തെരുവോര ചിത്രരചന, തെരുവുനാടകം തുടങ്ങി നിരവധി ലഹരിവിരുദ്ധ ബോധവൽക്കരണ പരിപാടികളാണ് CPIMന്റെ നേതൃത്വത്തിൽ നടത്തിയത്. കേച്ചേരി ഗ്രാമീണ വായനശാല നവതി ആഘോഷത്തിന്റെ ഭാഗമായി സംഘടിപ്പിച്ച സംസ്ഥാനതല ഓപ്പൺ ചെസ് ടൂർണമെന്റിലെ വിജയികൾക്ക് സമ്മാന വിതരണം നടത്തി. കേച്ചേരി സിറ്റി മഹൽ ഓഡിറ്റോറിയത്തിൽ നടന്ന ടൂർണമെന്റിൽ അണ്ടർ 10, അണ്ടർ 15 സീനിയർ വിഭാഗങ്ങളിലായി നടന്ന മത്സരത്തിലെ വിജയികൾക്ക് കുന്നംകുളം പോലീസ് സബ് ഇൻസ്പെക്ടർ ജാബിർ ട്രോഫി വിതരണം ചെയ്തു. പ്രോഗ്രാം കമ്മിറ്റി ചെയർമാൻ KA സൈഫുദ്ദീൻ അധ്യക്ഷനായി. TC സെബാസ്റ്റ്യൻ മാസ്റ്റർ, PT ജോസ്, PR ജയൻ, PB അനൂപ്, ചെസ് ടൂർണമെന്റ് സബ് കമ്മിറ്റി ചെയർമാൻ PA അലി, കൺവീനർ KM അനീസ് എന്നിവർ സംസാരിച്ചു. അണ്ടർ 10 വിഭാഗം മത്സരത്തിൽ MG ദേവർഷ് 1ാം സ്ഥാനവും M ധോനി 2ാം സ്ഥാനവും, അണ്ടർ 15 വിഭാഗം മത്സരത്തിൽ M ശ്രീശാന്ത് 1ാം സ്ഥാനവും ബെനഡിക്ട് ചിറമൽ 2ാം സ്ഥാനവും കരസ്ഥമാക്കി. സീനിയേഴ്സ് വിഭാഗത്തിൽ സത്യഗി ഗോകുൽ 1ാം സ്ഥാനത്തിനും ഐബൽ ജോസ് എൽറിൻ 2ാം സ്ഥാനത്തിനും അർഹരായി. കാട്ടകമ്പാൽ കാഞ്ഞിരമുക്ക് MG സ്കൂളിൽ പുതിയതായി നിർമ്മിച്ച കുട്ടികളുടെ പാർക്കിന്റെയും നവീകരിച്ച സ്കൂൾ കെട്ടിടത്തിന്റെയും ഉദ്ഘാടനം നടത്തി. ശനിയാഴ്ച രാവിലെ ഫാദർ ഏലിയാസ് കൊള്ളനൂർ പാർക്കിന്റെയും നവീകരിച്ച കെട്ടിടത്തിന്റെയും കൂദാശ നടത്തി. ഫാദർ സ്റ്റീഫൻ ജോർജ്, ഫാദർ ഗീവർഗീസ് വിൽസൺ എന്നിവർ സഹകാർമ്മികരായി. പഠനത്തോടൊപ്പം കുട്ടികളുടെ മാനസിക ഉല്ലാസത്തിനും കായികശേഷി വളർത്തുന്നതിനുമായി ലോവർ പ്രൈമറി വിദ്യാർത്ഥികൾക്കും നഴ്സറി കുട്ടികൾക്കുമായി 3 ഇടങ്ങളിലായി നിർമ്മിച്ച പാർക്കുകളുടെ ഉദ്ഘാടനം വാർഡ് മെമ്പർ MA അബ്ദുൾ റഷീദ് നിർവഹിച്ചു. ഫാദർ ഏലിയാസ് അധ്യക്ഷത വഹിച്ചു. ഫാദർ ഗീവർഗീസ് വിൽസൺ, ഫാദർ സ്റ്റീഫൻ ജോർജ്, മുൻ പ്രധാനാധ്യാപകൻ AV തമ്പി മാസ്റ്റർ, സോണി സക്കറിയ, PTA MPTA പ്രസിഡന്റുമാരായ സിന്ധു, സൂര്യ, സ്കൂൾ മാനേജർ മദർ ലുദിയ OCC എന്നിവർ സംസാരിച്ചു. സ്കൂൾ പ്രധാനാധ്യാപിക ഗ്ലോറി ടീച്ചർ സ്വാഗതവും സാറാമു K പോൾ നന്ദിയും പറഞ്ഞു.
മെയ് 3 INTUC 78-ാം സ്ഥാപക ദിനത്തിൽ ഗുരുവായൂർ റീജിയണൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ചാവക്കാട് ടൗണിൽ പതാക ഉയർത്തി മധുരം വിതരണം ചെയ്തു. INTUC ഗുരുവായൂർ റീജിയണൽ പ്രസിഡന്റ് VK വിമലിന്റെ അധ്യക്ഷതയിൽ INTUC തൃശൂർ ജില്ലാ സെക്രട്ടറി MS ശിവദാസ് പതാക ഉയർത്തി. ഭാരവാഹികളായ രാജൻ പനക്കൽ, VS സനീഷ്, TS ഷൗക്കത്ത്, ബാബു വാഴപ്പള്ളി, അബു RM, ജയൻ AV എന്നിവർ സംസാരിച്ചു. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. സ്വർണം ഗ്രാമിന് 8,755 രൂപ, പവന് 70,040 രൂപ. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിച്ചത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. വെള്ളി ഗ്രാമിന് 107 രൂപ. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.